ഇറ്റലിയിലെ നേപ്പിൾസ് നഗരത്തിനടുത്തുള്ള ബിയ എന്ന പ്രദേശം സഞ്ചാരികളുടെ പറുദീസയാണ്. എന്നാൽ ആ നീലക്കടലിനടിയിൽ പുരാതന റോമൻ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾക്കൊപ്പം ഭയാനകമായ ഒരു മരണക്കെണി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആരും കരുതിയിരുന്നില്ല. 1984 ആ ദിവസം പരിചയസമ്പന്നരായ 4 ഡൈവർമാർ കടലിനടിയിലെ ഒരു ഗുഹ ലക്ഷ്യമാക്കി നീന്തി. പക്ഷെ അവർ ചെന്നുപെട്ടത് ഒരു സാധാരണ ഗുഹയിലായിരുന്നില്ല, മറിച്ച് ജീവനോടെ മനുഷ്യനെ ഉരുക്കിക്കളയാൻ ശേഷിയുള്ള സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ ഒരു രാസവസ്തുക്കളുടെ അറയിലായിരുന്നു. എന്താണ് ആ ഗുഹയ്ക്കുള്ളിൽ ശരിക്കും സംഭവിച്ചത്? ആ ഇരുട്ടിൽ അവർ കണ്ട കാഴ്ചകൾ എന്തായിരുന്നു? ശ്വാസം നിലച്ചു പോകുന്ന ആ കഥയിലേക്ക് നമുക്ക് പോകാം. ബ്രൂണോ ഗല്ലി എന്ന ഡൈവിംഗ് ഇൻസ്ട്രക്ടർ നയിച്ച സംഘമാണ് അന്ന് കടലിനടിയിലേക്ക് ഇറങ്ങിയത്. വളരെ പരിചയസമ്പന്നരായിരുന്നു അവർ. കടലിനടിയിലെ ഗുഹകൾ പര്യവേക്ഷണം ചെയ്യുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഗ്രോട്ട ദെല്ല സോൾഫത്താര എന്നറിയപ്പെടുന്ന ഗുഹയിലേക്ക് അവർ പ്രവേശിച്ചു. തുടക്കത്തിലെല്ലാം സാധാരണമായിരുന്നു. ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവർ ഗുഹയുടെ ഭംഗി ആസ്വദിക്കാൻ തുടങ്ങി. എന്നാൽ ഗുഹയുടെ ഉൾഭാഗത്തേക്ക് പോകുന്തോറും വെള്ളത്തിന്റെ നിറം മാറുന്നത് അവർ ശ്രദ്ധിച്ചില്ല. തെളിഞ്ഞ വെള്ളം പെട്ടെന്ന് കലങ്ങാൻ തുടങ്ങി. തങ്ങൾ ഒരു മരണക്കെണിയിലേക്കാണ് നീങ്ങുന്നതെന്ന് ആ നിമിഷം അവർ അറിഞ്ഞിരുന്നില്ല. ഗുഹയുടെ ആഴങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നുള്ള സൾഫ്യൂരിക് നീരുറവകൾ സജീവമായിരുന്നു. അത് ഗുഹയിലെ വെള്ളത്തെ അതീവ അപകടകാരിയായ ആസിഡ് മിശ്രിതമാക്കി മാറ്റിയിരുന്നു. പെട്ടെന്നൊരു ഡൈവർക്ക് തന്റെ തൊലിപ്പുറത്ത് കടുത്ത എരിച്ചിൽ അനുഭവപ്പെട്ടു. പിന്നാലെ മറ്റുള്ളവർക്കും. അവരുടെ വസ്ത്രങ്ങൾക്കും മാസ്കിനും കേടുപാടുകൾ സംഭവിക്കാൻ തുടങ്ങി. പരിഭ്രാന്തരായ അവർ തിരികെ നീന്താൻ ശ്രമിച്ചു. പക്ഷെ വെള്ളം കലങ്ങിയതോടെ വഴി കണ്ടെത്തുക അസാധ്യമായി. ടോർച്ച് വെളിച്ചം പോലും ആ ആസിഡ് ലായനിയിൽ തുളച്ചു കയറുന്നുണ്ടായിരുന്നില്ല. അവിടെ അവർ ഒറ്റപ്പെട്ടു. മരണം തൊട്ടടുത്തെത്തിയ നിമിഷം. ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന റെഗുലേറ്ററുകൾ ആസിഡ് കാരണം തകരാറിലാകാൻ തുടങ്ങി. ഓരോ ശ്വാസവും തീ തുപ്പുന്നത് പോലെയാണ് അവർക്ക് അനുഭവപ്പെട്ടത്. സംഘത്തിലെ ഒരാൾ ബോധരഹിതനായി താഴേക്ക് പതിച്ചു. അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മറ്റുള്ളവർക്കും ദിശ തെറ്റി. ഗുഹയുടെ ഭിത്തികൾ സ്പർശിക്കുമ്പോൾ പാറകൾ പോലും ഉരുകി മാറുന്നെന്ന് അവർക്ക് തോന്നി. സൾഫ്യൂരിക് ആസിഡ് അവരുടെ കണ്ണുകളെയും ശ്വാസകോശത്തെയും ബാധിച്ചു തുടങ്ങിയിരുന്നു. ആ ഇരുട്ടിൽ ശ്വാസം മുട്ടി ശരീരം വെന്തുരുകുന്ന വേദനയിൽ അവർ ഓരോരുത്തരായി പിടഞ്ഞു വീണു. വെറും മിനിറ്റുകൾക്കുള്ളിൽ ആ ഗുഹ ഒരു ശ്മശാനമായി മാറി. അവർ തിരിച്ചെത്താത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് രക്ഷാപ്രവർത്തകർ ഗുഹയ്ക്കുള്ളിൽ ആ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. എന്നാൽ ആ കാഴ്ച ഭയാനകമായിരുന്നു. സാധാരണ മുങ്ങിമരണങ്ങളിൽ കാണുന്നത് പോലെ ആയിരുന്നില്ല ആ മൃതദേഹങ്ങൾ. ആസിഡ് കാരണം അവരുടെ ശരീരഭാഗങ്ങൾ ഭാഗികമായി ഉരുകിപ്പോയിരുന്നു. ഡൈവിംഗ് സ്യൂട്ടുകൾ പോലും നശിച്ചിരുന്നു. വിദഗ്ധ പരിശോധനയിൽ ഗുഹയിലെ വെള്ളത്തിലെ pH നില അങ്ങേയറ്റം കുറവാണെന്നും സൾഫർ ഹൈഡ്രജന്റെ സാന്നിധ്യം മരണത്തിന് കാരണമായെന്നും കണ്ടെത്തി. പ്രകൃതി ഒരുക്കിവെച്ച ഏറ്റവും ക്രൂരമായ ഒരു ഗ്യാസ് ചേംബറായിരുന്നു ആ ഗുഹ. ബിയയിലെ ആ ദുരന്തം ഡൈവിംഗ് ലോകത്തിന് വലിയൊരു പാഠമായിരുന്നു. സമുദ്രം എപ്പോഴും ശാന്തമല്ലെന്നും അതിന്റെ ആഴങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കെണികളുണ്ടെന്നും ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.